ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ 1 കിലോ ചിക്കനുള്ള കണക്കാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. ഞാനെപ്പോഴും കുറച്ച് മസാല കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. കിലോക്ക് 4 ഉള്ളി മതി. ഞാനിവിടെ 6 എടുത്തുക്കുന്നു, 4 തക്കാളി എടുത്തുക്കുന്നു കേട്ടോ. ചിക്കൻ ഇവിടെ ഉപ്പും മുളകും മഞ്ഞളൊക്കെ തേച്ച് പൊരിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചമുളകും കരിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയുള്ളി ആദ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. വലിയുള്ളിയൊക്കെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യാം, നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ആ ഒരു സമയം വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വാടുന്ന സമയം കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യുക, ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ നേരത്തെ പൊരിക്കുകയാണെങ്കിൽ ആ എണ്ണ മതി കേട്ടോ നമുക്ക് ബിരിയാണി വെക്കാൻ ഉപയോഗിക്കാൻ. അപ്പോൾ ഞാനെല്ലാം ഇതിലിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ കറിവേപ്പും മല്ലിച്ചപ്പും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചതുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. അപ്പോൾ അതും കൂടി 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു മിക്സ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ഈ ഒരു മസാല ആയി കിട്ടണം കേട്ടോ. അതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല നേരിയ രീതിയിൽ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇത് അവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഞാനിവിടെ പൊരിച്ച് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് പെരുംജീരകം ഉണ്ടല്ലോ, അത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും 1 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നേരത്തെ ചിക്കൻ പൊരിച്ചതിന് ശേഷമാണ് മസാല ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ ഒരു എണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് ചേർക്കുമ്പം. അതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഉള്ളി തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി മസാലയൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ബിരിയാണി പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ 1 ടീസ്പൂണ് ബിരിയാണി പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ മസാലയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല മണവും രുചിയൊക്കെ നിലനിൽക്കും. അപ്പോൾ അതിന് ശേഷം അടച്ചു വെച്ച് ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്, കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നോക്കി നമ്മൾ ബിരിയാണിയിലേക്കുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാല അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉള്ളിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ അതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം അതിന് ശേഷം കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നേരിയതായിട്ട് എരിഞ്ഞിട്ടുള്ള ഉള്ളിയും അതേപോലെ ക്യാരറ്റും കൂടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കരിഞ്ഞ് പോവാതെ കിട്ടണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അരിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കണക്ക്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ കഴുകി വൃത്തിയാക്കി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു അരമുറി ചെറുനാരങ്ങ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. പിഴിഞ്ഞെടുക്കുക മാത്രമല്ല, അതിന് ശേഷം ആ ഒരു തൊണ്ടുണ്ടല്ലോ, നാരങ്ങൻ്റെ തൊണ്ട് അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചൊരു 2 വിസിലടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഓരോരോ റൈസിനനുസരിച്ച് ഇരിക്കും കേട്ടോ വിസിലൊക്കെ. ഞാനിവിടെ കോല റൈസാണ് എടുത്തത്, അതുകൊണ്ട് 2 വിസിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കൈമാണെങ്കിൽ 1 മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നെയ്ച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 2 വിസിലാണ് കേട്ടോ ഞാൻ അടിച്ചത്. നമ്മളെ കോല ആകുമ്പോൾ എന്തായാലും 1-2 വിസിൽ 3 വിസിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ എണീറ്റ് വരും കേട്ടോ. കൈമാകുമ്പോൾ അങ്ങനെയല്ല, ഒട്ടിപ്പിടിക്കും. അപ്പം കൈമാകുമ്പോൾ ഒറ്റ വിസിൽ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഒരു നാരങ്ങൻ്റെ തൊണ്ടുണ്ടല്ലോ അതൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം കേട്ടോ. ഈ ഒരു സമയം മസാലയൊക്കെ ഒന്ന് ചൂടണിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ആവി കയറാൻ സുഖമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് ചൂടാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വാഴൻ്റെ ഇല എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ മസാലയിലേക്കൊന്ന് വിരിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ആവി ചോറിലേക്ക് പെട്ടെന്ന് തന്നെ കയറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ലെയറായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ക്യാരറ്റും കറിവേപ്പിലയും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചേർത്ത് എടുക്കുന്നത് കുറച്ച് ബിരിയാണി പൊടിയാണ് കേട്ടോ. അതും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദമ്മിടുന്ന സമയത്ത് വാഴൻ്റെ ഇല വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബിരിയാണീൻ്റെ ചോറിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മസാലയ്ക്ക് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാം ഞാനിതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ആവി കയറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മളെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മ് പൊട്ടിക്കുകയാണ്. ഞാനൊരു ചോറ് നമ്മൾ വേവിച്ചല്ലോ, നെയ്ച്ചോറ്, അതിലേക്ക് തന്നെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കോരിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കോരിയിട്ടതിന് ശേഷം ലാസ്റ്റ് കുറച്ച് നമ്മൾ ഈ ഒരു മസാലൻ്റെ മിക്സൊക്കെ ചോറിലേക്ക് കയറിയിട്ടുണ്ടാവും. അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, കുറച്ച് മഞ്ഞ കളറൊക്കെ ചോറിലേക്ക് കയറിയിട്ടുണ്ട്. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെള്ള കളറിലൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് മഞ്ഞയിലേക്കൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള ചോറ് മൊത്തം ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ആ ഒരു മസാലൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഈ ഒരു വാഴൻ്റെ ഇലയിൽ കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മസാലയിലേക്ക് തന്നെ തട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ചോറും മസാലയൊക്കെ ആയിട്ട് ഇതിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ ഒരു ബിരിയാണീൻ്റെ മസാല കറക്റ്റായിട്ട് ഒരു ബിരിയാണീൻ്റെ ടെക്സ്ചറിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാമല്ലോ കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ശരിക്കും മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു മസാലേൻ്റെ ഫ്ലേവർ മൊത്തം നമ്മൾ ദം ചെയ്യാൻ വെച്ചപ്പോൾ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം കൂടെ തൈരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് എൻ്റെ ഫാമിലിയുടെയും വക ഈദ് മുബാറക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.